നെക്സ്റ്റ് ഈസ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഫോർമുല ഇക്വേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു ഫ്ലൂയിഡ് കൺസിഡർ ചെയ്യുക. സപ്പോസ് ഒരു ഫ്ലൂയിഡ് ഈ പൈപ്പിൽ കൂടി പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും വരാം, എങ്ങനത്തെ ഷേപ്പ് വേണമെങ്കിലും വരാം. ഫ്ലൂയിഡ് ഇതിൽ കൂടി പാസ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ പൈപ്പിൻ്റെ റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. മനസ്സിലായാലോ? ഫ്രിക്ഷനൊക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ കൂടി പൈപ്പിൽ കൂടി ഫ്ലൂയിഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡാണ്, സ്റ്റഡി ഫ്ലോ ആണുള്ളത്, സ്റ്റഡി ഫ്ലോ. അങ്ങനത്തെ അസംഷനാണ്. എന്താണ്? ഫ്രിക്ഷൻ ഇല്ല, സ്റ്റഡി ഫ്ലോ ആണ്, ഇൻകംപ്രസിബിൾ ആണ്. അതായത് ഏതെങ്കിലും ഒരു പൊസിഷനിൽ മാത്രം ഫ്ലൂയിഡ് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കില്ല, ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ബെർണോളിസ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇങ്ങനെ ഒരു പൈപ്പ് കൺസിഡർ ചെയ്യുക. ഇതിൽ കൂടി ഫ്ലൂയിഡ് മൂവ് ചെയ്തിട്ട് ഈ എൻഡിൽ കൂടി പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. സപ്പോസ് ഈ പൈപ്പ് ഇത് ഗ്രൗണ്ട് ആണെന്ന് വിചാരിക്കുക കേട്ടോ. ഇതെന്താണ്? ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടിനേക്കാളും സ്വല്പം മുകളിലാണ് ഈ പൈപ്പ് വെച്ചിരിക്കുന്നത്. പൈപ്പിൻ്റെ ഷേപ്പ് എങ്ങനെ വേണമെങ്കിലും വരാം. സപ്പോസ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഏരിയ കാണുന്നുണ്ടോ? ഈ പൈപ്പിൻ്റെ ഈ ഏരിയ, അത് സപ്പോസ് H1 മീറ്റർ ഹൈറ്റിലാണെന്ന് വിചാരിക്കുക. ഗ്രൗണ്ടിൽ നിന്ന് H1 മീറ്റർ ഹൈറ്റിലാണ് ഈ ഏരിയ ഇരിക്കുന്നത്. ഈ ഏരിയയുടെ മിഡിൽ പോയിൻ്റ് H1 മീറ്റർ ഹൈറ്റിലാണ്. അതുപോലെ ഈ ഏരിയ ഈ കാണുന്നുണ്ടല്ലോ, ഈ ഏരിയയുടെ മിഡിൽ പോയിൻ്റ് ഗ്രൗണ്ടിൽ നിന്ന് H2 മീറ്റർ ഹൈറ്റിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, ആ ഭാഗം ക്ലിയർ ആയല്ലോ. ഇനി നമ്മളിവിടെ ചെയ്യുന്നത്, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മളൊരു പ്രഷർ കൊടുത്തിട്ട് ഈ ഫ്ലൂയിഡിനെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുകയാണ് അല്ലേ. വെറുതെ പ്രഷർ കൊടുത്തില്ലെങ്കിൽ അത് അനങ്ങില്ലല്ലോ. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എന്തെങ്കിലും മോട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഫ്ലൂയിഡിനെ പമ്പ് ചെയ്യുകയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മളൊരു പ്രഷർ കൊടുത്തിട്ട് ഫ്ലൂയിഡിനെ മൂവ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ മൂവ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഇതിൽ കൂടി പുറത്തോട്ട് പോകും. ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്. സപ്പോസ് അത് P1 ആണെന്ന് വിചാരിക്കുക. ഈ ഏരിയയിൽ കൊടുക്കുന്ന പ്രഷർ P1 ആണ്. അത് കാരണം ഫ്ലൂയിഡ് മൂവ് ചെയ്തിട്ട് ഈ എൻഡിൽ കൂടി പുറത്തോട്ട് പോകും. ഇവിടെ എത്തുന്ന ഫ്ലൂയിഡിനും ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ അല്ലേ. ഈ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫ്ലൂയിഡിനും ഒരു പ്രഷർ ഉണ്ടാവും, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഈ P1 എന്ന് പറഞ്ഞ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് ഇവിടെ ഈ ഏരിയയിലുള്ള ഫ്ലൂയിഡ് ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. സേ V1 ആണെന്ന് വിചാരിക്കുക. ഈ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി V1 ആണ് അറ്റ് ദിസ് പോയിന്റ്. അപ്പോൾ ഈ ഫ്ലൂയിഡ് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇവിടെ എത്തുമല്ലോ. ഇവിടുത്തെ വെലോസിറ്റി സേ V2 ആണെന്ന് വിചാരിക്കുക. ഇവിടെയുള്ള വെലോസിറ്റി തന്നെ ആവണമെന്നില്ലല്ലോ ഇവിടുത്തെ വെലോസിറ്റി. ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി ഈ എൻഡിൽ V2 ആണ്. ഓക്കെ, പിന്നെ ഇവിടെ വരുന്ന ഫ്ലൂയിഡിനൊരു പ്രഷർ ഉണ്ടാവുമല്ലോ, അത് P2 ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇത് വളരെ ലോങ് പൈപ്പായിരിക്കാം. ഞാൻ അതിൻ്റെ പൈപ്പിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. മനസ്സിലായില്ല? ഈ പൈപ്പ് ഇങ്ങനെ ചിലപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, ഞാൻ ആ പൈപ്പിൻ്റെ ചെറിയൊരു സെക്ഷൻ മാത്രമേ ഇപ്പോൾ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഇതിൻ്റെ ഡെൻസിറ്റി, ഈ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ്, ഇതിൽ കൂടി ഫ്ലൂയിഡ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിൻ്റെ ഡെൻസിറ്റി റോ ആണെന്ന് വിചാരിക്കാം. റോ നമുക്ക് തന്നിട്ടുണ്ടാവും, റോ. അപ്പോൾ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഈ ഹൈറ്റ്, പ്രഷർ, വെലോസിറ്റി, ഈ മൂന്നാൾക്കാർ കണക്ട് ചെയ്തിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമുലയുണ്ട്. പ്രഷർ, വെലോസിറ്റി, ഹൈറ്റ്, ഇത് മൂന്നും കണക്ട് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല, അതാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഇവിടെ നമ്മൾ വർക്ക് കൊടുത്തത് കൊണ്ടാണല്ലോ ഈ ഫ്ലൂയിഡ് ഇങ്ങനെ മൂവ് ചെയ്തത്. ലെഫ്റ്റ് സൈഡിൽ നമ്മളൊരു പമ്പ് അല്ലെ, മോട്ടർ വെച്ചിട്ട് വർക്ക് ചെയ്യിപ്പിച്ചു. അങ്ങനെയാണ് ഈ ഫ്ലൂയിഡ് അങ്ങോട്ട് മൂവ് ചെയ്തത്. അല്ലെങ്കിൽ വെറുതെ മൂവ് ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മളൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ അല്ലേ. വർക്ക് കാണാനുള്ള ഫോർമുല ഇപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇവിടെ ഫ്ലൂയിഡിൻ്റെ ഒരു ലെയറാണ്, കണ്ടല്ലോ. ഈ കാണുന്നത് ഫ്ലൂയിഡിൻ്റെ ഒരു ലെയറാണ്. ഈ ക്രോസ് സെക്ഷണൽ ഏരിയയിൽ ഫ്ലൂയിഡിൻ്റെ ഒരു ലെയർ ഉണ്ട്. നമ്മൾ ഈ ലെയറിൽ ഒരു ഫോഴ്സ് കൊടുത്തു, അങ്ങനെ വിചാരിക്കുക. ഈ ലെയറിൽ ഞാനൊരു ഫോഴ്സ് കൊടുത്തിട്ട് ചെറിയൊരു ടൈം ഇൻ്റർവെല്ലിൽ
ഇവിടെ ഉണ്ടായിരുന്ന ഫ്ലൂയിഡ് ലെയർ എവിടെ എത്തി? ഇവിടെ ഉണ്ടായിരുന്ന ഫ്ലൂയിഡ് ലെയർ ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. ഈ ഫ്ലൂയിഡ് ലെയർ ചെറിയൊരു വർക്ക് ഞാൻ കൊടുത്തത് കൊണ്ട് ചെറിയൊരു ടൈം ഇൻ്റർവെല്ല് ഇവിടെ ഉണ്ടായിരുന്ന ഫ്ലൂയിഡ് ലെയർ ഞാനിങ്ങനെ ഫോഴ്സ് കൊടുത്തത് കൊണ്ട് ചെറിയൊരു ടൈം ഇൻ്റർവെല്ല് ഈ ഫ്ലൂയിഡ് ലെയർ ഇവിടെ എത്തി. ഓക്കെ ആണല്ലോ. സപ്പോസ് ഇതിൻ്റെ ഏരിയ A1 ആണെന്ന് വിചാരിക്കുക. കുറച്ച് കഴിഞ്ഞാൽ ഞാനത് ഒഴിവാക്കും, വർക്ക് കാണാനുള്ളൊരു ഫോർമുലയ്ക്ക് വേണ്ടി പറയുന്നതാണ്. ഈ ഏരിയ A1 ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ A ആണെന്ന് വിചാരിക്കുക. ഞാൻ ഫോഴ്സ് കൊടുത്തത് കൊണ്ട് D എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ Aയും Dയും കളയും. ഇവിടെ വർക്കിൻ്റെ ഒരു ഫോർമുല ആദ്യം ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. വർക്ക് ചെയ്തത് കൊണ്ടാണല്ലോ ഫ്ലൂയിഡ് മൂവ് ചെയ്തത് അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ ഈ ഫ്ലൂയിഡ് ലെയറിൽ ഒരു ഫോഴ്സ് കൊടുത്തു. ചെറിയൊരു ടൈം ഇൻ്റർവെല്ല് ഇവിടെ ഉണ്ടായിരുന്ന ഫ്ലൂയിഡ് ലെയർ ഇവിടെ എത്തി. അപ്പോൾ ഇതിൻ്റെ ഏരിയ A ആണെന്ന് വിചാരിക്കുക. വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, D ആണത്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊടുത്ത വർക്ക് എത്രയാണ്? ലെഫ്റ്റ് സൈഡിൽ കൊടുത്ത വർക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലോ. വർക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഞാനിവിടെ ഫോഴ്സ് വിചാരിക്കുക F എന്ന് പറഞ്ഞൊരു ഫോഴ്സ് കൊടുത്തു. ഈ ഫ്ലൂയിഡ് ലെയർ ഇവിടെ എത്തി. ഡിസ്റ്റൻസ് D ആണല്ലോ അല്ലേ? ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തോട്ടെ. എന്തിനാണെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞുതരാം. എഫിനെ നമുക്ക് അല്ലെങ്കിൽ വേണ്ട, എഫിനെ നമുക്ക് F/A ഇൻറ്റു A എന്ന് എഴുതിയാലും കുഴപ്പമില്ലല്ലോ. എഫിനെ ഞാൻ F/A ഇൻറ്റു A എന്ന് എഴുതിയാലും കുഴപ്പമില്ലല്ലോ. എയും വെട്ടിപ്പോയി കഴിഞ്ഞാൽ F തന്നെ വരുന്നുണ്ടല്ലോ. പിന്നെ ഒരു D ഉണ്ടല്ലേ, ഈക്വൽ ടു ഈ F/A എന്താണെന്ന് അറിയാമോ? പരിചയമുണ്ടോ F/A? F എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കൊടുത്ത ഫോഴ്സ് അല്ലേ. A എന്ന് പറഞ്ഞാൽ ആ ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കൊടുത്ത പ്രഷറാണ് അല്ലേ. ഞാനിവിടെ കൊടുത്ത പ്രഷറാണ്. അത് P1 അല്ലേ. ഈ ഇവിടെ കൊടുത്ത പ്രഷർ P1 ആണ്. അപ്പോൾ F/A നമുക്ക് P1 എഴുതാൻ പറ്റും. A ഇൻറ്റു D എന്ന് പറഞ്ഞാൽ എന്താ? ഈ പിക്ചർ നോക്കിയേ. A ഇൻറ്റു D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത്ത്, അതായത് ഹൈറ്റ്. വോള്യം അല്ലേ? ഇതൊരു ഏകദേശം ഒരു സിലിണ്ടറിക്കൽ പോർഷൻ അല്ലേ? ഇത്രയും ഭാഗം, ഈ ചെറിയ പോർഷൻ ഏകദേശം ഒരു സിലിണ്ടർ പോലെ തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ബേസ് ഏരിയ A ആണ്. D എന്ന് പറഞ്ഞ ഹൈറ്റ് ആണ്. വളരെ ചെറിയ ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ചെറിയൊരു ടൈം ഇൻ്റർവെൽ കൺസിഡർ ചെയ്യാം. A ഇൻറ്റു D എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ഹൈറ്റ്, അതായത് ഇതിൻ്റെ വോള്യം ആണ്. മനസ്സിലായല്ലോ? ചെറിയ ടൈം കൊണ്ട് ചെറിയൊരു വോള്യം മൂവ് ചെയ്തിട്ടുണ്ട്, അതായത് ഈ ലെയർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വോള്യമാണ്. ചെറിയൊരു വോള്യമാണെന്ന് കാണിക്കാൻ ഞാൻ ΔV എന്ന് എഴുതിക്കോട്ടെ, സ്മോൾ വോള്യം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ലെഫ്റ്റ് സൈഡിൽ ചെയ്ത വർക്ക് P1 ഇൻറ്റു ΔV ആണ്. ΔV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞാലോ, ΔV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോള്യൂം ഓഫ് ദ ഫ്ലൂയിഡ് എൻറ്റേർഡ് ദ പൈപ്പ് അല്ലേ. ഇവിടെ ഈ ലെയർ ഇവിടെ നിന്ന് ഇവിടെ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വോള്യൂം ഇതിനകത്ത് കയറിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ദ അപ്ലൈഡ് പ്രഷർ ഇൻറ്റു ദ വോള്യൂം എൻറ്റേർഡ് ദ പൈപ്പ് അല്ലേ. നമ്മൾ പ്രഷർ കൊടുത്തത് കൊണ്ട് കുറച്ച് വോള്യൂം ഫ്ലൂയിഡ് ആ പൈപ്പിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? അതാണ് ΔV. അപ്പോൾ നമ്മൾ കൊടുത്ത പ്രഷർ P1 ഇൻറ്റു ΔV ആണ്. നമ്മൾ കൊടുത്ത വർക്കിൽ കുറച്ച് വർക്ക് പാഴായി പോവും. അതായത് ഇവിടെ ΔV വോള്യൂം ഈ പൈപ്പിനുള്ളിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അത്രയും തന്നെ വോള്യൂം ഇവിടെ ഈ പൈപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇത് റഫായിട്ട് വരയ്ക്കണതാണ് കേട്ടോ. ഞാൻ ഇത് മായ്ക്കും കുറച്ച് കഴിഞ്ഞാൽ അല്ലേ, ശരിയല്ലേ? ഇവിടെ 10 സെൻറ്റിമീറ്റർ ക്യൂബ് വോള്യൂം ഫ്ലൂയിഡ് ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അത്രയും തന്നെ 10 സെൻറ്റിമീറ്റർ ക്യൂബ് ഫ്ലൂയിഡ് ഇതിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ടുണ്ടാവും. കണ്ടിന്യൂസ് ഫ്ലോ ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വർക്കിൽ ചെറിയ ഈ പോർഷൻ ഇവിടെയുള്ള വർക്ക് പാഴായി പോവാണ്. ഇത് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ P1 ΔV ഫുള്ള് നമ്മൾ ചെയ്ത വർക്കാണെന്ന് പറയാം. ദ യൂസ്ഫുൾ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത വർക്ക് മൈനസ് പാഴായി പോയിട്ടുള്ള വർക്ക്.
ഇവിടുന്ന് പുറത്തോട്ട് പോയപ്പോൾ പ്രഷർ ഇൻറ്റു വോള്യം അല്ലേ, ഇവിടെ P2 ഇൻറ്റു ഡെൽറ്റ വി. ഇവിടുത്തെ അതേ വോള്യം തന്നെ ഇവിടുന്ന് പുറത്തോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റായി പോകുന്ന പാഴായി പോകുന്ന വർക്ക് മനസ്സിലായല്ലോ, P2 ഇൻറ്റു ഡെൽറ്റ വി ആണ്. പ്രഷർ ഇൻറ്റു വോള്യം ആണല്ലോ വർക്ക്, അത് തന്നെ ഇവിടെയും അപ്ലൈ ചെയ്തതാണ്. ഇവിടുത്തെ പ്രഷർ P2, അത് കാരണം പുറത്തോട്ട് പോയിട്ടുള്ള വോള്യം ഡെൽറ്റ വി. P2 ഇൻറ്റു ഡെൽറ്റ വി നമ്മൾ ചെയ്ത വർക്കിൽ നിന്ന് അത്രയും വർക്ക് പാഴായിപ്പോയി. ഈ പൈപ്പിൽ നമ്മൾ ചെയ്ത നെറ്റ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 ഡെൽറ്റ വി മൈനസ് P2 ഡെൽറ്റ വി ആയിരിക്കും. മനസ്സിലായല്ലോ, നെറ്റ് വർക്ക് ടോട്ടൽ വർക്ക്. ഞാൻ ഡെൽറ്റ ഡബ്ല്യു എന്ന് എന്തെങ്കിലും പേര് കൊടുക്കാൻ വേണ്ടിയാണ്. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കൊടുത്ത വർക്ക് P1 ഇൻറ്റു ഡെൽറ്റ വി ആണ്. അതിൽ നിന്ന് ഇവിടുത്തെ P2 ഡെൽറ്റ വി പാഴായിപ്പോയി. വെള്ളം പാഴായി പോകുന്നു പറയുന്ന പോലെ നമ്മൾ കൊടുത്ത വർക്കിൽ ചെറിയൊരു വർക്ക് പാഴായിപ്പോയി. ആ പൈപ്പിൽ തന്നെ നിർത്താൻ സാധിച്ചില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത ടോട്ടൽ വർക്ക് ഓൺ ദിസ് പൈപ്പ് P1 ഡെൽറ്റ വി മൈനസ് P2 ഡെൽറ്റ വി ആണ്. ഡെൽറ്റ വി വോള്യം ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ വി വോള്യം പുറത്തോട്ടും പോയിട്ടുണ്ടാവണമല്ലോ. സോ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി ആണ്. ചെറിയൊരു ടൈം ഇൻ്റർവെല്ലിൽ ഞാൻ ചെയ്ത വർക്ക് അങ്ങനെ കരുതിയാൽ മതി. വളരെ ചെറിയൊരു ടൈം ഇൻ്റർവെല്ലിൽ ഞാൻ ചെയ്ത വർക്ക് P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി ആണ്. ഓക്കെ, ഇനി ഞാൻ ചെയ്ത വർക്ക് ഇതാണ്. ഈ വർക്ക് കാരണം എന്ത് സംഭവിക്കും? ദിസ് വർക്ക് ഈസ് ഈക്വൽ ടു, വർക്ക് എനർജി പവറിൽ പഠിച്ചിട്ടുണ്ട്, ദിസ് വർക്ക് ഈസ് യൂട്ടിലൈസ്ഡ് ടു ഇൻക്രീസ് ദ എനർജി. നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, എനർജി കൂടും അല്ലേ, എനർജി കൂടും. അതായത് ദിസ് ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു, ഇവിടെ എഴുതട്ടെ, ഡെൽറ്റ ഡബ്ല്യു നമ്മൾ ചെയ്ത വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഫൈനൽ ടോട്ടൽ എനർജി മൈനസ് ഇനീഷ്യൽ ടോട്ടൽ എനർജി. അതായത് നമ്മളിവിടെ ഒരു ഡെൽറ്റ ഡബ്ല്യു വർക്ക് ചെയ്തത് കൊണ്ട് എന്താവും, എനർജി കൂടും. ശരിയല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? നമ്മളിവിടെ നല്ല ഫോഴ്സിൽ പിടിച്ച് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഫ്ലൂയിഡ് കുറേ കൂടി ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യും അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്ത വർക്ക് എന്താണ്, ഡെൽറ്റ ഡബ്ല്യു ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ എനർജി മൈനസ് ഇനീഷ്യൽ എനർജിയാണ്. നമ്മൾ വർക്ക് ചെയ്തത് കൊണ്ട് ഇവിടത്തേനേക്കാളും എനർജി കൂടി ഇവിടെ എത്തി. നമ്മൾ എനർജി ലോസ് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം നമ്മളിവിടെ വർക്ക് കൊടുത്തു, ഡെൽറ്റ ഡബ്ല്യു വർക്ക് കൊടുത്തത് കൊണ്ട് ഇനീഷ്യൽ എനർജിനേക്കാളും കുറച്ചും കൂടിയും ലാർജറായി മാറി ഫൈനൽ എനർജി. അപ്പോൾ ആ എനർജി ഡിഫറൻസ് എത്രയായിരിക്കും? ഫൈനൽ എനർജി മൈനസ് ഇനീഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത വർക്കാണ്. അപ്പോൾ ഫൈനൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തുന്ന എനർജിയാണ്. മനസ്സിലായില്ല? ഈ എൻഡിലെത്തുന്ന എനർജിയാണ്. അവിടുത്തെ എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട് അല്ലേ? അതുപോലെ ഇനീഷ്യൽ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഈ എൻഡിൽ, ലെഫ്റ്റ് സൈഡിൽ ഈ എൻഡിൽ അവിടെയുള്ള ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി പ്ലസ് അവിടെയുള്ള കൈനറ്റിക് എനർജി ഇങ്ങനെ വരും. നമുക്കിത് ഓർഡർ ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ടെ, എല്ലാ സ്റ്റെപ്പും പറയണില്ല, ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. PEF മൈനസ് PEI. നമുക്ക് വേണമെങ്കിൽ PEF മൈനസ് PEIനെ വേണമെങ്കിൽ ഡെൽറ്റ പൊട്ടൻഷ്യൽ എനർജി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. മനസ്സിലായല്ലോ? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് ഉദ്ദേശിച്ചത്. ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജീനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ സിമ്പിൾ കൊണ്ട് ഡിനോട്ട് ചെയ്യാം, ഡെൽറ്റ ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഡെൽറ്റ യു എന്നും എഴുതാറുണ്ട്. ബുക്കിനകത്ത് ഡെൽറ്റ യു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ സൈഡിലായിട്ട് പറയാം, ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. ഡെൽറ്റ കെ എന്ന് ഡിനോട്ട് ചെയ്യാം, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി.
അപ്പോൾ നമ്മൾ ചെയ്ത വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ നമുക്ക് ഞാൻ ഈ ഫ്ലോയിൽ തന്നെ എഴുതി പൊക്കോട്ടെ. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ. ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, ഇത്രയും ഫ്ലൂയിഡ് കയറി അല്ലേ, ശരിയല്ലേ? ഇത്രയും ഫ്ലൂയിഡ് ഇതിനുള്ളിൽ കയറി അത്രയും വോള്യം തന്നെ, അതായത് ഡെൽറ്റ വി അല്ലേ, അത്രയും ഡെൽറ്റ വി തന്നെ പുറത്തോട്ടും പോയിട്ടുണ്ട്. ഇവിടെ എത്ര കയറിയോ അത്രയും തന്നെ ഡെൽറ്റ വി പുറത്തോട്ടും പോയിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ ചേഞ്ച് ഇൻ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെൽറ്റ വിക്ക് ഒരു മാസ് ഉണ്ടാവുമല്ലോ, ഇല്ലേ? ഈ ഡെൽറ്റ വിക്ക് ഒരു മാസ് ഉണ്ടാവും. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോള്യം എന്ന് പഠിച്ചിട്ടില്ലേ? മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോള്യം ആണ്. ഓക്കെ, ഞാനത് തൽക്കാലം ഇപ്പം മാസ് എന്ന് എഴുതിയേക്കാം, മാസ് എന്ന് എഴുതിയേക്കാം, എന്നിട്ട് ഡെൻസിറ്റി ഇൻറ്റു വോള്യം എന്നാക്കാം. അപ്പോൾ ഇവിടെ മാസ് എത്രയാണ്? ഇതിൻ്റെ മാസ് എം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ മാസും എം ആണ്. ക്ലിയർ ആയല്ലോ? ഇതിൻ്റെ മാസും എത്രയാണ്? എം ആണ് അല്ലേ? ഇവിടുത്തെ ഡെൻസിറ്റി തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എം h2 ഹൈറ്റ് മുകളിലാണ് ഇരിക്കുന്നത്. ഈ മാസ് എം h2 ഹൈറ്റ് മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഇൻറ്റു ജി ഇൻറ്റു h2 വരും. ഇതാണ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ നോക്കിയാൽ മതി, PEF മൈനസ് PEI ആണ് ആദ്യം കാണുന്നത്. PEF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി, mgh ആണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല. പിന്നെ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി അല്ലേ, ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി അതേ എം തന്നെയാണ് ഇവിടെ ഉള്ളത്, അതേ എം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇത് ഇരിക്കുന്നത് h1 ഹൈറ്റ് മുകളിലാണ്. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി mgh1 ആണ്. പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഫോർമുല mgh അല്ലേ, പ്ലസ് ഇനി എന്താ എഴുതേണ്ടത്? ഇനി എഴുതേണ്ടത് ഡെൽറ്റ കെ ആണ്. ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസ് v2 എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഈ മാസ് അല്ലേ? ഫൈനൽ കൈനറ്റിക് എനർജി എഴുതാണ്. ഈ മാസ് v2 എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണ്. അതിൻ്റെ കൈനറ്റിക് എനർജി ഹാഫ് mv² ആണ്, മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി അല്ലേ, ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഇനീഷ്യലി എം എന്ന് പറഞ്ഞ മാസ് v1 എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണ്. ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഹാഫ് mv1². ഇത്രയും ക്ലിയർ ആയല്ലോ? നമുക്ക് ഡെൽറ്റ ഡബ്ല്യു അല്ലേ, ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 മൈനസ് P2 ഡെൽറ്റ വി എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ P1 മൈനസ് P2 ഡെൽറ്റ വി ആണ്. എഴുതിക്കോട്ടെ, P1 മൈനസ് P2 ഡെൽറ്റ വി ആണ്. ഈ ടേമിൽ നിന്ന് എം കോമൺ ആയിട്ട് എടുക്കാം. ജി ഞാൻ തൽക്കാലം എടുക്കുന്നില്ല, ഓക്കെ? അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ, നോ പ്രോബ്ലം. mgh2 മൈനസ് mgh1 പ്ലസ് ഹാഫ് ഇൻറ്റു mv² മൈനസ് ഹാഫ് ഇൻറ്റു mv1² എന്നാണ്. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, നോ പ്രോബ്ലം. ഞാൻ രണ്ട് സൈഡിലും ഡെൽറ്റ വി കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. രണ്ട് സൈഡിൽ എന്ത് ചെയ്യുന്നു? ഡെൽറ്റ വി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഓരോ ടേമിനെയും ഡെൽറ്റ വി കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? ലെഫ്റ്റ് സൈഡിൽ ഡെൽറ്റ വി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റൈറ്റ് സൈഡിലുള്ള ഓരോ ടേമിനെയും ഡെൽറ്റ വി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡെൽറ്റ വി വെട്ടിപ്പോയി കഴിഞ്ഞാൽ P1 മൈനസ് P2 കിട്ടും, വെട്ടിപ്പോവും. റൈറ്റ് സൈഡിൽ ഇവിടെ മാസ് ബൈ വോള്യം കാണുന്നുണ്ടോ? മാസ് ബൈ വോള്യം. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡിൻ്റെ മാസ്സാണ് എം. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോള്യമാണ്. അപ്പോൾ ഇതിൻ്റെ മാസ് ബൈ വോള്യം അതല്ലേ എം ബൈ ഡെൽറ്റ വി. ഇതിൻ്റെ മാസ് ഡിവൈഡ് ബൈ ഇതിൻ്റെ തന്നെ വോള്യം. അത് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് അല്ലേ,
മാസ് ബൈ വോളിയം ഡെൻസിറ്റിയാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ എം ബൈ ഡെൽറ്റ വി കാണുന്നിടത്തൊക്കെ ഞാൻ റോ എന്ന് എഴുതാൻ പോവാണ്. ഡെൻസിറ്റി റോ ജി എച്ച് ടു മൈനസ് എഗെയിൻ എം ബൈ ഡെൽറ്റ വി റോ ജി എച്ച് വൺ പ്ലസ് ഹാഫ് ഇൻറ്റു ഇവിടെ എം ബൈ ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ റോയാണ് ഡെൻസിറ്റി. ഓക്കെ ആണല്ലോ. ഇവിടെ V2 ആണ് കേട്ടോ ഇവിടെ. ഓക്കെ, V2 ശരിയല്ലേ. അപ്പോൾ ഇവിടെ ഹാഫ് ഇൻറ്റു എം ബൈ ഡെൽറ്റ വി റോയാണ് V2 സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു എം ബൈ ഡെൽറ്റ വി റോയാണ് V1 സ്ക്വയർ. ഇങ്ങനെ വരും. ഞാൻ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യുകയാണ്. അറേഞ്ച്മെൻറ്റ് എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. അറേഞ്ച്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ആൻഡ് ഇത്, ഈ രണ്ട് അണ്ടർലൈൻ ചെയ്ത് ഈ രണ്ട് ടേംസിനെ ലെഫ്റ്റിലോട്ട് എടുക്കുന്നു. ഈ വണ്ണിലെത്തുന്ന മനസ്സിലായില്ലേ, ഈ സഫിക്സ് വൺ വരുന്നില്ലേ, സഫിക്സ് വൺ താഴെ വൺ വരുന്നില്ലേ, ആ വൺ വരുന്ന ആൾക്കാർ മുഴുവൻ ലെഫ്റ്റിലും സഫിക്സ് 2 വരുന്ന ആൾക്കാർ മുഴുവനും റൈറ്റ് സൈഡിലോട്ടും എടുക്കുകയാണ്. അറേഞ്ച്മെൻ്റ് ആണ് അറേഞ്ച്മെൻറ്റ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ P1 ഉണ്ട് മൈനസ് റോ ജി എച്ച് വൺ ലെഫ്റ്റിലോട്ട് എടുക്കുമ്പോൾ പ്ലസ് റോ ജി എച്ച് വൺ മൈനസ് 1/2 റോ V1 സ്ക്വയർ ലെഫ്റ്റിലോട്ട് എടുക്കുമ്പോൾ 1/2 റോ V1 സ്ക്വയർ. ഈ മൈനസ് P2 റൈറ്റിലോട്ട് കൊണ്ടുപോവാം. അപ്പോൾ അത് പ്ലസ് P2 റൈറ്റ് സൈഡിൽ റോ ജി എച്ച് ടു പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഈ മൂന്ന് ക്വാണ്ടിറ്റീസ് പ്രഷർ റോ ജി എച്ച് ഹാഫ് റോ വി സ്ക്വയർ അല്ലേ, ലെഫ്റ്റ് സൈഡിലുള്ള പ്രഷർ പ്ലസ് റോ ജി എച്ച് പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ ഈ സെയിം ആസ് റൈറ്റ് സൈഡിലുള്ള പ്രഷർ പ്ലസ് റോ ജി എച്ച് പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ. കണ്ടില്ലേ, പ്രഷർ പ്ലസ് റോ ജി എച്ച് പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ ലെഫ്റ്റ് സൈഡിലുള്ള സമ്മ് തന്നെയാണ് റൈറ്റ് സൈഡിലും വന്നിരിക്കുന്നത്. റൈറ്റ് സൈഡിലുള്ള പ്രഷർ പ്ലസ് റൈറ്റ് സൈഡിലുള്ള റോ ജി എച്ച് പ്ലസ് റൈറ്റ് സൈഡിലുള്ള ഹാഫ് റോ വി സ്ക്വയർ. അപ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്യാം. ഇതൊരു വലിയൊരു പൈപ്പിൻ്റെ ഒരു ചെറിയൊരു സെക്ഷനേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു പൈപ്പിൽ കൂടി ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ആ പൈപ്പിലുള്ള ഏത് രണ്ട് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് എടുക്കാം, എനി 2 പോയിൻറ്റ്സ്. ഒരു പൈപ്പിൽ കൂടി ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ആ പൈപ്പിലുള്ള ഏതെങ്കിലും ഇഷ്ടമുള്ള 2 പോയിൻ്റ് എടുക്കാം. ഈ പോയിന്റിലുള്ള പി പ്ലസ് റോ ജി എച്ച് പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ തന്നെയായിരിക്കും ഈ പോയിന്റിലുള്ള പി പ്ലസ് റോ ജി എച്ച് പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ. അത് നമുക്ക് ജനറലൈസ് ചെയ്യാം. സോ അറ്റ് എനി പോയിന്റ്, ഏത് പോയിന്റ് എടുത്താലും ആ പൈപ്പിലുള്ള ഏത് പോയിന്റ് എടുത്താലും at any point on the fluid flow, pressure plus rho gh plus half rho v square is constant, is fixed. അപ്പോൾ എയിലുള്ള ഇത് തന്നെയായിരിക്കും ബിയിലുള്ള ഇത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെയാണ് നമ്മൾ ബെർണോളിസ് തിയറം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇതിൻ്റെ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.